ഇലക്ട്രോകെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ 5ാമത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രോകെമിസ്ട്രിയുടെ ഒരു ഇൻട്രൊഡക്ടറി പോർഷനാണ്. മറ്റൊന്ന് ഇലക്ട്രോകെമിക്കൽ സെൽസ്, ഗാൽവനിക് സെൽസ്, നേൺസ്റ്റ് ഇക്വേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 4 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ടോപ്പിക്കാണ്, കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്. ഇതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് തവണ നന്നായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഫിസിക്സിലും മറ്റും മനസ്സിലാക്കിയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ചില പ്രിലിമിനറി കൺസെപ്റ്റ്സ് ആണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തായാലും നമുക്കതൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. ഓക്കെ. Conductance of electrolytic solutions. Resistance R. The electrical resistance is the hindrance to the flow of electrons. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള ഒരു ടേം ആയിരിക്കും റെസിസ്റ്റൻസ്. അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ പ്രതിരോധം, സൂചിപ്പിക്കുന്നത് R. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ പഠിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പം എന്താണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഇലക്ട്രിസിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഇലക്ട്രോണിൻ്റെ ഒഴുക്കാണ്. ഈ ഇലക്ട്രോണിൻ്റെ ഒഴുക്കിന് അനുഭവപ്പെടുന്ന തടസ്സത്തെ, ഈ ഇലക്ട്രോണുകൾ ഒഴുകുന്നത് ഒരു കണ്ടക്ടറിലൂടെയാണ്. ആ കണ്ടക്ടറിൽ ഒഴുകുന്ന ഇലക്ട്രോണുകൾക്ക് അനുഭവപ്പെടുന്ന തടസ്സത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ലൈക്ക് ദിസ്. ഈ ഒരു സിംബൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ L and inversely proportional to the area of cross section A of the conductor. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിന്റെ നീളത്തോട് നേർ അനുപാതത്തിലും അതിന്റെ വണ്ണത്തോട്, അതിനെയാണ് നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്, വണ്ണത്തോട് വിപരീത അനുപാതത്തിലുമാണ്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ resistance is directly proportional to length of the conductor and inversely proportional to area of the conductor, area of cross section of the conductor. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടക്ടറിന്റെ ലെങ്ത് കൂടുമ്പോൾ കൂടും, റെസിസ്റ്റൻസ് കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അഥവാ അതിന്റെ വണ്ണം കൂടുമ്പോൾ കുറയും. ഇത്രയും. ഇനി ഇത് നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. R ഈസ് പ്രൊപ്പോർഷണൽ ടു L ബൈ A എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓർ R ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു L ബൈ A. അപ്പൊ നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഓർ R ഈക്വൽ ടു റോ ഇൻറ്റു L ബൈ A. ആ കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോ. അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റോ ഈസ് നോൺ ആസ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. Its unit is ohm meter or ohm centimeter. 1 ohm meter equal to 100 ohm centimeter. Resistivity is defined as the resistance offered by a conductor having unit length and unit area of cross section. റെസിസ്റ്റിവിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ യൂണിറ്റ് ലെങ്ത് ഉള്ള, യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. മലയാളത്തിൽ പറയുകയാണെങ്കിൽ യൂണിറ്റ് നീളവും യൂണിറ്റ് വണ്ണവുമുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആ സബ്സ്റ്റൻസിന്റെ റെസിസ്റ്റിവിറ്റി. ഇപ്പൊ കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കോപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ച യൂണിറ്റ് നീളവും
യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ് കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഇനി അടുത്ത ടേം പഠിക്കുകയാണ് കണ്ടക്ടൻസ് ജി. ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. വളരെ എളുപ്പമാണ്. റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ആണ് എന്ത്? കണ്ടക്ടൻസ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് പെർ ഓം ഓർ MHO ഓർ സീമെൻസ്. റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആയതുകൊണ്ട് അതിന്റെ യൂണിറ്റിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. ഓർ ജി, കണ്ടക്ടൻസിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജി ഈക്വൽ ടു 1/ρ ഇൻറ്റു A/L. എന്തുകൊണ്ടാണ് 1/ρ വന്നത്? റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ റോയുടെ ഇൻവേഴ്സ് എടുക്കണം. അപ്പൊ 1/ρ ഇൻറ്റു A/L. നമ്മൾ അവിടെ പഠിച്ചിരുന്നത് L/A ആണ്, തിരിച്ചിട്ടു A/L. ഓർ ജി ഈക്വൽ ടു കാപ്പ ഇൻറ്റു A/L. കാപ്പ, ഈ 1/ρ വിളിക്കുന്ന പേരാണ് കാപ്പ. Where kappa is called conductivity or specific conductance. It is defined as the conductance of a conductor having unit length and unit area of cross section. നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു സബ്സ്റ്റൻസിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസ് കൊണ്ടുണ്ടാക്കിയ യൂണിറ്റ് നീളവും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു കണ്ടക്ടറിന്റെ കണ്ടക്ടൻസിനെയാണ് നമ്മൾ ആ സബ്സ്റ്റൻസിന്റെ കണ്ടക്ടിവിറ്റി അഥവാ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് യൂണിറ്റ് ഈസ് പെർ ഓം പെർ മീറ്റർ ഓർ MHO പെർ മീറ്റർ ഓർ സീമൻ പെർ മീറ്റർ. There are of two types of conductance: electronic or metallic conductance and electrolytic or ionic conductance. ഇപ്പൊ രണ്ടിനം കണ്ടക്ടൻസ് ആണ് നമുക്ക് പരിചയമുള്ളത്. അതിലൊന്നാണ് ഇലക്ട്രോണിക് കണ്ടക്ടൻസ്, അതിന് വിളിക്കുന്ന പേരാണ് മെറ്റാലിക് കണ്ടക്ടൻസ്. വേറൊന്നാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ്, അതിന് വിളിക്കുന്ന പേരാണ്, മറ്റൊരു പേരാണ് അയോണിക് കണ്ടക്ടൻസ്. ഇനി എന്താണ് ഇലക്ട്രോണിക് കണ്ടക്ടൻസ്, എന്താണ് മെറ്റാലിക് കണ്ടക്ടൻസ് നമുക്ക് നോക്കാം. Electronic or metallic conductance. Electrical conductance through metal is called metallic or electronic conductance, and it is due to the movement of electrons. ഒരു മെറ്റലിലുള്ള കണ്ടക്ടൻസിനെയാണ് നമ്മൾ മെറ്റാലിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് അതിനെ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്? മെറ്റൽസിൽ ഇലക്ട്രിസിറ്റിയുടെ പാസേജിന് കാരണം ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. ഇങ്ങനെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന കണ്ടക്ടൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് കണ്ടക്ടൻസ്. അത്തരം കണ്ടക്ടൻസ് കാണപ്പെടുന്നത് മെറ്റൽസിലായതുകൊണ്ട് ഇതിനെ മെറ്റാലിക് കണ്ടക്ടൻസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് തുടരാം. Okay. It depends on the nature and structure of the metal, the number of valence electrons per atoms and temperature. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടൻസ് എന്തെല്ലാം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒന്ന്, മെറ്റലിന്റെ നേച്ചറിനെയും സ്ട്രക്ചറിനെയും. രണ്ടാമത്തത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. മൂന്നാമത്തേത് ടെമ്പറേച്ചർ. അടുത്ത പോയിന്റ് നോക്കാം. ഫോർ ഇലക്ട്രോണിക് കണ്ടക്ടൻസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് കണ്ടക്ഷൻ ഡിക്രീസസ്. നമ്മുടെ മെറ്റാലിക് കണ്ടക്ടൻസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടൻസ് കുറയും. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ലാസ്റ്റ് വൺ, ഇതാണ് നമുക്ക് താല്പര്യമുള്ള വിഷയം. നമ്മുടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരം ഒരു കണ്ടക്ടൻസിനെ കുറിച്ചാണ്. ഇലക്ട്രോലൈറ്റിക് ഓർ അയോണിക് കണ്ടക്ടൻസ്.
The conductance of electricity by ions present in solution is called electrolytic or ionic conductance. തൊട്ടു മുൻപ് നമ്മൾ ചർച്ച ചെയ്തത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന കണ്ടക്ടൻസ് ആണ്. അതിന് പകരമായിട്ട് അയോൺസിന്റെ മൂവ്മെന്റ് മൂലം ഉണ്ടാകുന്ന കണ്ടക്ടൻസിനെയാണ് നമ്മൾ അയോണിക് കണ്ടക്ടൻസ് അഥവാ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ അയോണിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അയോൺസിന്റെ മൂവ്മെന്റ് കൊണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്സിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് അയോൺസിന്റെ മൂവ്മെന്റ് കൊണ്ടാണ്. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിലെ കണ്ടക്ടൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നു. അയോണിക് കണ്ടക്ടൻസ് അയോൺസിന് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കാനുള്ള കാരണം ഇലക്ട്രോലൈറ്റില് ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് അയോൺസിന്റെ സ്വാധീനം കൊണ്ടാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. Then it depends on the nature of electrolyte, the size of ion produced and their solvation, the nature of solvent and its viscosity, concentration of electrolyte and temperature. ഇത് 5 കാര്യങ്ങളെയാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിന്റെ സ്വഭാവത്തെ ആശ്രയിക്കുന്നു. രണ്ടാമത്തെ കാര്യം ദ സൈസ് ഓഫ് അയോൺ ആൻഡ് ദർ സോൾവേഷൻ, ഈ അയോണിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അതിന്റെ സോൾവേഷനെയും. സോൾവേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സൊല്യൂട്ട് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനിടയിലേക്ക് സോൾവെന്റ് പാർട്ടിക്കിൾസ് വരും. ഇപ്പൊ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇങ്ങനെ പരസ്പരം അകന്നു പോകും. ഇങ്ങനെ സോൾവെന്റ് പാർട്ടിക്കിൾസിനാൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് സോൾവേഷൻ. ഇപ്പൊ സോൾവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ ടേം സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എത്രത്തോളം സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ കാര്യം നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി, നമ്മൾ ഇലക്ട്രോലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സോൾവെന്റിന്റെ സ്വഭാവം, അതിന്റെ വിസ്കോസിറ്റി, ഈ കാര്യങ്ങളെ ആശ്രയിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ഡിസ്കഷൻ പൂർണ്ണമായിട്ടും ഈ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അഞ്ചാമത്തെ കാര്യം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടൻസിൽ മനസ്സിലാക്കിയത് ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടൻസ് കുറയും. എന്നാൽ അവിടെ നേരെ തിരിച്ചാണ്. As temperature increases, electrolytic conduction also increases. ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടൻസ് ഇവിടെ കൂടുകയാണ് ചെയ്യുക. മറ്റടുത്ത് എന്തായിരുന്നു? കുറയാണ്. നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്തത് മെഷർമെന്റ് ഓഫ് കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻസ്. ഇനി നമ്മൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടൻസിന്റെ മറ്റ് മേഖലകളിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് മെഷർമെന്റ് ആണ്. എന്താണ് മെഷർ ചെയ്യാൻ പോകുന്നത്? മെഷർമെന്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻസ്. ഓക്കെ, മെഷർമെന്റ് ഓഫ് ദ കണ്ടക്ടിവിറ്റി ഓഫ് അയോണിക് സൊല്യൂഷൻസ്. We know that conductivity G equal to kappa into A by L. So conductivity kappa equal to G into L by A. നിങ്ങൾക്ക് മാത്സിൽ ചെറിയൊരു ധാരണയുള്ള ആൾക്ക് പോലും മനസ്സിലാവുന്നതാണ്. ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ആണ്. The quantity L by A is called cell constant. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. ഈ L by A ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ്. ഒരു സെല്ലിൽ ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു സെല്ലിന്റെ നീളവും അതിൽ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് എൽ ബൈ എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ എൽ ബൈ എയെ വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ്. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ജി സ്റ്റാർ. ഞാൻ സ്റ്റാർ എന്നുള്ള ഒരു ടേം ആണ് ഉപയോഗിക്കുന്നത്, ജി സ്റ്റാർ. അപ്പം ജി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ കോൺസ്റ്റന്റ്. It depends on the distance between the electrodes and the
ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ ലെങ്ത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളെ സെല്ലില് 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ആ ഇലക്ട്രോഡ്സുകൾ തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ ഇവിടെ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഇലക്ട്രോഡുകളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ആണ് നമ്മൾ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെല്ലിൽ ഇലക്ട്രോഡുകൾ ഫിക്സഡ് ആണ്, അതൊക്കെ കൃത്യമായൊരു സ്ഥാനമുണ്ട്. അപ്പൊ അവർക്കിടയിലുള്ള അകലവും കൃത്യമാണ്, നിശ്ചിതമാണ്, സ്ഥിരമാണ്. അപ്പൊ ലെങ്ത് സ്ഥിരമാണ്. പിന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇലക്ട്രോഡ് സോളിഡ് സബ്സ്റ്റൻസ് ആണ്, അപ്പൊ അവയ്ക്ക് ഒരു നിശ്ചിത ആകൃതി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിശ്ചിത ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉണ്ടാവും. അപ്പൊ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ L/E ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് സെൽ കോൺസ്റ്റന്റ്. ഓക്കെ, ഇറ്റ്സ് യൂണിറ്റ് ഈസ് പെർ മീറ്റർ. That is conductivity equal to conductance into cell constant. ഇത്രയേ ഉള്ളൂ, conductivity equal to conductance into cell constant. In order to determine the conductivity of an electrolytic solution, first determine the resistance of electrolytic solution by using a Wheaton bridge. By knowing the resistance, we get the value of conductance and conductivity. ഞാൻ അതിൻ്റെ ഒരു ചുരുക്കിയിട്ട് പറയാം. ഇപ്പൊ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലാണെങ്കിൽ, ഇനിയിപ്പോ സെക്കൻഡ് ഇയറിൽ നിങ്ങളിപ്പം പ്രാക്ടിക്കൽസിന് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നമുക്കൊരു സെല്ലിന്റെ കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ടൻസ് അല്ല മെഷർ ചെയ്യാം, നമ്മൾ റെസിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യുക. ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സും നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് വീസ്റ്റൺ ബ്രിഡ്ജ് ടെക്നിക്കാണ്. നിങ്ങൾക്ക് എന്താണ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നില്ല, അത് നമ്മുടെ ഒരു ഏരിയ അല്ല. അപ്പൊ ഒരു വീസ്റ്റൺ ബ്രിഡ്ജ് അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. ആ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ എന്തായി? സെല്ലിന്റെ കണ്ടക്ടൻസ് ആയി. കണ്ടക്ടൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സെൽ കോൺസ്റ്റന്റും അറിയാമെങ്കിൽ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു സെല്ലിന്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം? ഒരു സെല്ലിന്റെ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏതൊരു കണ്ടക്ടറിന്റെയും റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന വീസ്റ്റൺ ബ്രിഡ്ജ് അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കണ്ടക്ടൻസ് ആയി. ആ കണ്ടക്ടൻസിനെ സെൽ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കണ്ടക്ടിവിറ്റി കിട്ടും. ഇങ്ങനെ നമുക്ക് ഏതൊരു ഏതൊരു സെല്ലിന്റെയും കണ്ടക്ടൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഇതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ പേരാണ് കണ്ടക്ടിവിറ്റി സെൽ. In order to connect the solution in Wheaton bridge arrangement, conductivity cell is used. ഞാൻ നിങ്ങളോട് പറയണ്ടായി, ഒരു സൊല്യൂഷന്റെ കണ്ടക്ടൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടാണ്. ഇപ്പൊ നിങ്ങൾ വീസ്റ്റൺ ബ്രിഡ്ജ് അറേഞ്ച്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതില് നമ്മൾ സാധാരണ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു സൊല്യൂഷൻ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സൊല്യൂഷൻ കണക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണെന്ത്? കണ്ടക്ടിവിറ്റി സെൽ. അതിന്റെ ചിത്രക്കോടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് പോവാം. ഒരുപാട് വിശദമായിട്ട് ഇതൊന്നും പഠിക്കേണ്ടതില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, അത്രയേ ഉള്ളൂ. It consists of 2 platinum electrodes coated with platinum black. The electrodes are separated by a distance L and their area of cross section is A. ഇതാണ് രണ്ടിനം സെൽ യൂണിയൻ, എന്താണ് പറയാ, കണ്ടക്ടിവിറ്റി സെൽസ്. ഇതാണ് ഒരു ഇലക്ട്രോഡ്, പ്ലാറ്റിനൈസ്ഡ് പ്ലാറ്റിനം ഇലക്ട്രോഡ്. ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഞാനിപ്പോ ഈ കർസർ മൂവ് ചെയ്യുന്നതിനെ കാണുന്ന ഡിസ്റ്റൻസ് ഇല്ല, ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ L എന്ന് വിളിക്കുന്നത്. ഇനി ഇവയുടെ ഈ ഇലക്ട്രോഡിന്റെ
ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ നീളത്തെ എല്ലിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ സെൽ കോൺസ്റ്റന്റ് കിട്ടും. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പം പുറത്തേക്ക് രണ്ട് ടെർമിനൽ നിങ്ങൾ കാണാം. ഇത് കൊണ്ടായിട്ടാണ് ഈ ഒരു രണ്ട് അറ്റാണ് നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജിൽ കണക്ട് ചെയ്യാൻ. ഇതിനുള്ളിലേക്ക് നമ്മൾ സൊല്യൂഷൻ ഇതിലൂടെ ഒഴിക്കും. നമുക്ക് ഏതൊരു സൊല്യൂഷന്റെ കണ്ടക്ടൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ആ സൊല്യൂഷൻ ഇതിൽ നിറയ്ക്കും. നിറച്ചതിന് ശേഷം ഈ കണ്ടക്ടിവിറ്റി സെല്ലിനെ നമ്മൾ കൊണ്ടുപോയിട്ട് വീസ്റ്റൺ ബ്രിഡ്ജിൽ കണക്ട് ചെയ്യും. നിങ്ങൾക്ക് അതിൽ നിന്നും റെസിസ്റ്റൻസ് കിട്ടും. ആ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എടുത്താൽ കണ്ടക്ടൻസ് കിട്ടും. പിന്നെ ഈ സെൽ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കണ്ടക്ടിവിറ്റി കിട്ടും. ഇനി മറ്റൊരു കണ്ടക്ടിവിറ്റി സെല്ലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് രണ്ട് ഇലക്ട്രോഡുകൾ, പ്ലാറ്റിനം ഇലക്ട്രോഡ്സ്. ഈ അകലമാണ് ലെങ്ത് എല്. ഇവയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് എ. അപ്പൊ L/A യൂണിറ്റ് സെൽ കോൺസ്റ്റന്റ് കിട്ടും. ഇനി ഇതിനുള്ളിൽ നമ്മൾ നമ്മുടെ സൊല്യൂഷൻ നിറയ്ക്കും. ഈ വയറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യും. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കണ്ടക്ടിവിറ്റി സെല്ല് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ചിത്രം വരയ്ക്കാനോ ഇതിന്റെ പ്രവർത്തനം വിശദീകരിക്കാനോ ഒന്നും തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരാറില്ല. അതിന്റെ ഒരു ആവശ്യവും നമുക്കില്ല. ഓക്കെ. The cell constant of a conductivity cell is usually determined by measuring the resistance of the cell containing a solution whose conductivity is already known. Example, KCl solution. അപ്പൊ നമുക്ക് ഇതിന്റെ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ ഇവിടെ നിങ്ങോട്ടുള്ള നീളവും ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും കിട്ടിയാൽ അതിനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. അതിൽ എളുപ്പമുള്ള ഒരു മാർഗം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്ക് ഒരു സെല്ലിന്റെ കണ്ടക്ടിവിറ്റി അറിയാമെന്ന് വിചാരിക്കാം. കണ്ടക്ടിവിറ്റി നമുക്കറിയാം. നമ്മൾ അതിന്റെ കണ്ടക്ടൻസും കണ്ടുപിടിക്കുന്നു. ഈ കണ്ടക്ടിവിറ്റിയെ കണ്ടക്ടൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെൽ കോൺസ്റ്റന്റ് കിട്ടും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമുക്കൊരു സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി അറിയാം. ഇപ്പൊ KCl അതിന്റെ നമുക്കറിയാം, കോൺസ്റ്റന്റ് ആണ്, കണ്ടക്ടിവിറ്റി അറിയാം. നമ്മളൊരു KCl സൊല്യൂഷൻ എടുക്കുന്നു, അതിന്റെ കണ്ടക്ടൻസ് കണ്ടുപിടിക്കുന്നു. വീസ്റ്റൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് കണ്ടക്ടൻസ് കണ്ടുപിടിക്കുന്നു. ഇപ്പൊ കണ്ടക്ടിവിറ്റി അറിയാം, കണ്ടക്ടൻസ് അറിയാം. കണ്ടക്ടിവിറ്റിയെ കണ്ടക്ടൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെൽ കോൺസ്റ്റന്റ് കിട്ടും. അപ്പൊ നമ്മൾ രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട കാര്യമില്ല. അവയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു സൊല്യൂഷൻ എടുക്കുന്നു, അതിന്റെ കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നു, നിറയ്ക്കുന്നു, വീസ്റ്റൺ ബ്രിഡ്ജിൽ കണക്ട് ചെയ്യുന്നു, കണ്ടക്ടൻസ് കണ്ടുപിടിക്കുന്നു, കണ്ടക്ടിവിറ്റിയെ കണ്ടക്ടൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ കിട്ടുന്നതാണ് എന്ത്? സെൽ കോൺസ്റ്റന്റ്. അതാണ് ഇവിടെ പറഞ്ഞത്. The cell constant of a conductivity cell is usually determined by measuring the resistance of the cell containing solution whose conductivity is already known. Resistance കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടക്ടൻസ് കിട്ടും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ്. ഇത് പരീക്ഷയ്ക്ക് അത്ര നിർബന്ധമായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. എന്നാലും ഈ ഒരു ഭാഗം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ഈ പ്രോബ്ലം ഉപകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. Resistance of a conductivity cell filled with 0.1 mole per liter KCl solution is 100 ohm. If the resistance of the same cell when filled with 0.02 mole per liter KCl solution is 520 ohm. Calculate the conductivity and molar conductivity of 0.02 mole per liter KCl solution. The conductivity of 0.1 mole per liter KCl solution is 1.929 Siemens per meter. The cell constant is given by the equation. Cell constant is equal to conductivity into resistance.
നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഓർക്കണം, സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്ടൻസ്. ആ 1 ബൈ കണ്ടക്ടൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.29 into 100 ohm. ഇതൊക്കെ തന്നതാണ്. ഇപ്പൊ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടി 1.29 per centimeter. ഓക്കെ, നെക്സ്റ്റ് conductivity of 0.02 mole per liter KCl solution is equal to cell constant divided by resistance. നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ്? കണ്ടക്ടിവിറ്റി ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ഇൻറ്റു കണ്ടക്ടൻസ് ആണ്. ഇൻറ്റു കണ്ടക്ടൻസിന് പകരം നമുക്ക് എന്ത് എഴുതാം? ബൈ റെസിസ്റ്റൻസ് എഴുതാം. ഇതൊക്കെ ഇതിൽ മനസ്സിലാക്കാനുള്ളൂ, വേറൊന്നുമില്ല. കുട്ടികൾക്ക് സംശയം ഉണ്ടാക്കാനുള്ള ഏരിയ ഇതൊക്കെ തന്നെ. ഇവിടെ എങ്ങനെ റെസിസ്റ്റൻസ് വന്നതാണ്? സെൽ കോൺസ്റ്റന്റ് ഇൻറ്റു കണ്ടക്ടൻസ് ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു G സ്റ്റാർ ഡിവൈഡ് ബൈ R. നമുക്കറിയാം 1.29 എന്നുള്ളത് നമ്മൾ 129 പെർ മീറ്റർ ആക്കി, ഡിവൈഡഡ് ബൈ 520 ohm. ഇത് തന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.248 Siemens per meter. Concentration is equal to 0.02 mole per liter equal to 1000 into 0.02 mole per meter cube, that is equal to 20 mole per meter cube. നിങ്ങൾക്ക് മനസ്സിലായില്ലേ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് പറയാ, മോൾ പെർ ലിറ്റർ എന്നുള്ളത് നമുക്ക് എന്തായി? മോൾ പെർ മീറ്റർ ക്യൂബ് ആക്കി മാറ്റി. അത്രയേ ഉള്ളൂ. മോളാർ കണ്ടക്ടിവിറ്റി ഈക്വൽ ടു ലാംഡ എം ഈക്വൽ ടു കെ ബൈ സി. ഇതൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ്. എന്നാലും നമുക്കത് ഇവിടെ അങ്ങോട്ട് ഉപയോഗിക്കാം. മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു മോൾ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി. അത്രയേ ഉള്ളൂ. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള പരിപാടി ഇത്രയേ ഉള്ളൂ. കാപ്പ ബൈ സി ഇവിടെ തന്നിട്ടുണ്ട്. 248 into 10⁻³ Siemens per meter divided by 20 mole per meter cube, that is equal to 124 into 10⁻⁴ Siemens meter square per mole. ഇത് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. കാപ്പ ഈക്വൽ ടു 1.29 ഇതൊക്കെ തന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1.29 ഡിവൈഡ് ബൈ 520 ohm, that is equal to 0.248 into 10⁻² Siemens per centimeter. And molar conductivity lambda m equal to kappa into 100 centimeter cube per liter per molarity. ആ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 124 Siemens സെന്റിമീറ്റർ സ്ക്വയർ പെർ മോൾ. ഇനി ഇതിലൊരു പ്രോബ്ലം കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. കാരണം ഈ മോളാർ കണ്ടക്ടിവിറ്റി എന്നുള്ള ടേംസ് നമ്മൾ അത്ര വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് ചില ആർക്കെങ്കിലും അതൊരു പ്രയാസമായിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.